അതെ ഇതൊരു അടിമപ്പണിയാ കേട്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാരെ സഹായിക്കും എല്ലാ പണിയിലും. അതൊക്കെ ശരിയാ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനേ അറിയപ്പെടുന്ന ഒരു കളരി ഗുരുക്കളാ. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. അതെ എന്റെ ശിഷ്യന്മാരെങ്ങാനും ഇത് വന്ന് കണ്ടാലേ നാണക്കേടാ എനിക്ക്. അത് കാണുമ്പോഴല്ലേ അപ്പൊ നോക്കാം. ഇരിക്കത്. പിന്നെ ഇന്ന് ചിന്നു ഇല്ലാത്തോണ്ട് എനിക്ക് ഇച്ചിരി പണി കൂടുതലാ. അതുകൊണ്ടല്ലേ ഞാനൊരു സഹായം ചോദിച്ചത്. അതിനിങ്ങനെ പരിഭവിക്കുന്ന എന്തിനാ? അതെ ഹണിമൂൺ പീരീഡിലൊക്കെ ഇങ്ങനെ ശരീരം ശരിയാകില്ല. ഒരു ഹണിമൂൺ എനിക്ക് ജോലിക്ക് വേണ്ടതാ. മര്യാദക്ക് സഹായിക്കുന്നുണ്ടോ? തിരിച്ചേ പതുക്കെ. പിന്നെ മാക്കൂ, ഈ ഹണിമൂൺ കാലത്ത് മാത്രമേ ഭാര്യമാരെന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാരെ അനുസരിക്കും. മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്യട്ടാ. ഇച്ചിരി ജോലി അവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെ നടന്ന ഞാനാ സഹായം വല്ലതും വേണോ? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. അടുത്തേക്ക് ഈ മാമന്റെ ഒരു കാര്യേ, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്റെ മാമൻ കഴിഞ്ഞിട്ടുള്ളു വേറെ ആര്? നിനക്കെങ്കിലും ഇത് മനസ്സിലായോ? അതെ ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഭാര്യയെ മറ്റു കാര്യങ്ങൾ വീട്ടുജോലിയിൽ സഹായിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭർത്താവിന്റെ ധർമ്മമാണ്. പക്ഷെ ശ്രീകുട്ടി എന്റെ ഭാര്യ, അവൾ എന്നെ കൊണ്ട് വീട്ടുപണി ഒന്നും ചെയ്യിക്കത്തില്ല. എത്ര പറഞ്ഞാലും അവൾ ഒന്നും ചെയ്യിക്കത്തില്ല. ഞാൻ പിന്നെ നിർബന്ധിച്ചതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ രാമങ്ങൾ കണ്ട് പഠിക്കണം. നിനക്കെങ്കിലും അത് മനസ്സിലായോ? അതെ ഈ രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആളും മഹാ ഉഴപ്പനാ. അവനെ ഈ ഉഴപ്പനാക്കിയത് ആരാ? അവന്റെ ഭാര്യ ചിന്നു. യവന് നല്ല ജോലി ഗൾഫിലുണ്ടായിരുന്ന, പിന്നെ അവിടെ സ്റ്റാർ ഹോട്ടലിൽ തൂപ്പുകാരനായിരുന്നു. അതെല്ലാം കളയിച്ച് നാട്ടിൽ അവനെ കൊണ്ടുവന്ന് കണ്ട് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുത്തിയിരിക്കുക അവള്. അതെ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യവൻ ആവശ്യമുള്ള കാശെല്ലാം അവൾ കൊടുക്കും, ചിന്നു കൊടുക്കും. അതാ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്. അതെന്താ കാശ് കിട്ടുന്ന കാര്യമല്ലോ വന്നോ? അതെ കിട്ടുന്ന കാര്യമാണ്. എനിക്ക് 2000 രൂപ തന്നേക്ക്. എങ്ങനെ? 2000 രൂപ